Watch India's largest kids library only on Jio Hotstar. Download the app now. ഞാൻ വിജയിച്ചു. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? എന്നാ നിങ്ങൾ എല്ലാവരും ഇത് കഴിക്കേ. ഞാൻ ചെന്ന് കാട്ടിൽ പോയിട്ട് ഫ്രൂട്ട്സ് കളക്ട് ചെയ്തിട്ട് വരാം. ഒരു വർഷം ഉറങ്ങണം, പിന്നെ ഒരു വർഷം ആഹാരം കഴിക്കണം. എൻ്റെ ലൈഫിന്റെ സർക്കിൾ അങ്ങനെയാണ് പോകുന്നത്. ആദ്യം ചെന്ന് കുറച്ച് ആഹാരം തേടി കണ്ടെത്തണം. പക്ഷെ ഞാനിപ്പോ എന്താ കഴിക്കേണ്ടത്? കാട്ടിൽ മുഴുവൻ പഴങ്ങൾ മാത്രമല്ലേ ഉണ്ടാകൂ. ഇന്നെന്റെ ഭാഗ്യമുള്ള ദിവസമാണെന്ന് തോന്നുന്നു. മനുഷ്യരിവിടെ വന്നിരിക്കുക. അവരുടെ ആഹാരത്തിന് നല്ല സ്വാദുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ധർമ്മന്തർ ചന്ദർ പന്ധർ അവർ കൊണ്ടുവന്നിരിക്കുന്ന ആഹാരം എന്റെ വയറിനെത്തി പോട്ടെ. ഐസ്ക്രീമോ, ക്രീം കേക്കോ, ഇതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അടിപൊളി പോപ്കോൺ, ഇതൊക്കെ നല്ല രുചിയുണ്ടല്ലോ. ഞാനൊന്നും എടുത്തിട്ടില്ല. നീ അല്ലെങ്കിൽ വേറെ ആരാ എടുത്ത് കഴിച്ചത്? നീ കഴിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നുണ പറയരുത്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇവിടെ ഒരു കള്ളനുണ്ട്. വരുന്ന ഒറ്റയ്ക്ക് തീർച്ചയായിട്ടും ഇത്ര ആഹാരം കഴിക്കാൻ പറ്റില്ല. വരുൺ അവന്റെ സ്നാക്സ് പോലും ഇതുവരെ ഫിനിഷ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവനെ ഇപ്പൊ തന്നെ പഠിക്കണം. വേണ്ട വേണ്ട, നിന്റെ മാജിക് എപ്പോഴും എന്റെ വരുന്നത്. മൈര, നീ എന്താ ചെയ്യുന്നേ? പമ്പ എന്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. മൈരാജ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാജിക് ഒന്നും വേണ്ടെന്ന്. ഞാൻ ഈ പാമ്പിനെ ഇരയാവുന്ന മുൻപേ എന്നെ രക്ഷിക്കേ. മൈരാജ്, നിന്നെ ഞാൻ വെറുതെ വിടില്ല.
ചേടാ നീ എന്താ ഈ ചെയ്ത രുദ്ര? രക്ഷിക്കാൻ നോക്കണോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്നെ കൊല്ലാൻ നോക്കണോ? അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. വരുൺ, സൂക്ഷിച്ചു കഴിക്കണം കേട്ടോ. വളരെ ലിമിറ്റ് ആയിട്ട് വേണം കഴിക്കാൻ. രംഗീല, ഇന്ന് വരുണിന് വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള ആഹാരം കൊടുക്ക്. കാരണം അവൻ ഇപ്പൊ ഭയങ്കര വിശപ്പില്ല. നീ എന്താ കരുതിയ ഞാൻ കള്ളനാണെന്നോ? കാട്ടിൽ വെച്ച് ഞാൻ മോഷ്ടിച്ചു എന്നാണോ? എന്നാ ശരി, നിങ്ങളൊപ്പം ഇനി ആഹാരം കഴിക്കുന്നില്ല. ഞാൻ എന്റെ റൂമിലേക്ക് പോവാ. ബൈ. മായറ, എന്തിനാ വരുണെ വെറുതെ വേദനിപ്പിക്കുന്നേ? അവൻ ഒരിക്കലും നുണ പറയില്ല. ഒരു പക്ഷേ കാട്ടിലുള്ള വേറെ ആരെങ്കിലും അതെടുത്ത് കഴിച്ചു കാണും. അവസാനം കുടുങ്ങിയത് വരും. നമുക്ക് അവനെ സമാധാനിപ്പിക്കാം. വാ, അവൻ ദേഷ്യത്തിലാ. അവന് ഇഷ്ടമുള്ള ആഹാരം റൂമിൽ കൊണ്ടുപോയി കൊടുക്ക. ഒരുപാട് കൊണ്ടുവരും കേട്ടോ. എന്താ ഇതൊക്കെ? ഇത്ര ആഹാരമോ? രുദ്ര, നീ എങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. എനിക്ക് അത്ര ഒന്നും വിശപ്പില്ലെന്നേ. ആരും മനഃപൂർവ്വം ഇത് ചെയ്തതാ. കള്ളൻ എത്ര ഇന്റലിജന്റ് ആയാലും തീർച്ചയായിട്ടും ഒരു എവിഡൻസ് വിട്ടിട്ട് പോയിട്ടുണ്ടാവും. ഡോണ്ട് വരി വരുൺ, അവനെ നമുക്ക് പിടിക്കാം. അതിനു മുൻപ് നീ ആഹാരം കഴിക്കാം. രുദ്ര, നിക്ക്. ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് ഇത്ര ആഹാരം ഒന്നും ആവശ്യമില്ല. രുദ്ര, വീണ്ടും ആഹാരമൊക്കെ കാണുന്ന പരിക്കുക. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല. ആഹാരം എങ്ങനെ കാണാതെ പോയത്? അല്ല, ഇതെന്താ? ഈ ലെറ്റർ ഉറക്കെ വായിച്ചാൽ കള്ളൻ നേരിട്ട് വരും. പിന്നെ അവനെ പിടിക്കാനും പറ്റും. എനിക്ക് തോന്നുന്നത് എന്റെ വെൽവിഷർ ആരോ എന്നെ സഹായിക്കാനെന്നാ. ഞാനിത് വായിക്കും, ഉറക്കെ തന്നെ വായിക്കും. പക്ഷേ തീർച്ചയായിട്ടും വായിക്കും. പക്ഷേ ഇതിൽ വായിക്കാൻ മാത്രം വേറെ ഒന്നും ഇല്ലല്ലോ. എന്തൊരു പ്ലാനാ ഞാൻ ചെയ്തത്. ആഹാരം കഴിച്ചത് ഞാനാണ്. എന്നിട്ട് ഒച്ചയ്ക്ക് ഞാൻ കരയുന്നുണ്ട്. ആർക്കും എന്റെ മേലെ സംശയം തോന്നില്ല. ഞാൻ കരഞ്ഞ് അഭിനയിച്ച് എല്ലാവരെയും മണ്ടന്മാരാക്കും. രുദ്ര, നിങ്ങൾ അത് പിന്നെ ഞാൻ ഈ ലെറ്റർ വായിക്കായിരുന്നു. അതേ കണ്ടില്ലേ, നോക്ക്. ഇത് ബ്ലാങ്ക് ആണല്ലോ. ഇതിൽ അങ്ങനെ ഒന്നും എഴുതിട്ടില്ലല്ലോ. എപ്പോഴെങ്ങനെ സമ്മതിക്ക്? നിനക്ക് ഇന്ന് നല്ല വിശപ്പുണ്ടായിരുന്നെന്ന്. നീ ആഹാരം കഴിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. രുദ്ര, ഇതിലും കൂടുതൽ നിനക്ക് വല്ല പ്രൂഫ് ആവശ്യമുണ്ടോ? മായറ, വരുണിന്റെ കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കള്ളന്റെ സൈസ് ചെറുതാന്നാ തോന്നുന്നേ. അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്. വാ, നമുക്ക് അവനെ അന്വേഷിക്കാം. ഓ, കള്ളൻ ഓടിപ്പോയി. വാ, പോവാം. ഒരു സ്ഥലം വിടരുത്. എല്ലാ സ്ഥലത്തും അന്വേഷിക്കണം. അവൻ ഇവിടെ എവിടെ തന്നെയുണ്ട്.
ചേട്ടാ ഇത് വലിയ പ്രശ്നമായല്ലോ രുദ്ര ഞങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം രുദ്ര ഇവിടെയൊക്കെ നോക്കിട്ട് ആരും കണ്ടില്ലല്ലോ. അവനിപ്പൊ കണ്ടുപിടിക്കാം. എന്റെ റേസ് ചെല്. കള്ളൻ എവിടെയുണ്ടെങ്കിലും അവനെ എന്റെ കൺമുന്നിൽ കൊണ്ടുവാ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാനാണ് ടിപ്പേ ഖാൻ. ഇന്ന് കുറെ ആഹാരങ്ങൾ കാണാതെ പോയില്ലേ? അതിനൊക്കെ കാരണം ഞാൻ മാത്രമാണ്. അത് പിന്നെ ഞാൻ ഒരു വർഷം മുഴുവൻ കിടന്നുറങ്ങാറുണ്ട്. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവൻ ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് ഞാൻ വീണ്ടും കിടന്നുറങ്ങിപ്പോവും. ഇന്നാണ് ഞാൻ എഴുന്നേറ്റത്. അതുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത വിശപ്പായിരുന്നു. കണ്ടില്ലേ കണ്ടില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്നെ മനഃപൂർവ്വം ആരും കുടിക്കിയതാണെന്ന്. ഓക്കേ ഓക്കേ, ഇനി അടിപിടി വഴക്കുള്ളൊന്നും വേണ്ടെന്നേ. എന്റെ ഐഡിയ ഒന്ന് കേൾക്കൂ. അവിടെ ആവുമ്പോ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാം. എല്ലാവരും ഒരു വർഷത്തേക്ക് എന്റെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങ്. എന്നിട്ട് ഒരു വർഷത്തേക്ക് ഞാൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളാം. പിന്നീട് ഞാൻ അവിടെ വന്ന് കിടന്നുറങ്ങിക്കോളാം. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഒരു വർഷത്തേക്ക് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നോ. ഓക്കേ, ബൈ ബൈ. ഇവനിത് എന്ത് ചെയ്യുന്നത്? നീ അങ്ങനെയൊന്നും ചെയ്യരുത്. നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ബൈ ബൈ, ഗെറ്റ് സെറ്റ് ഗോ. ഞങ്ങളെ പുറത്തിറക്കി വിട്. ഇന്ന് മുതൽ നിങ്ങൾ രണ്ടുപേരും വർഷം മുഴുവനും എനിക്ക് ആഹാരം ഉണ്ടാക്കി തരണം. ഒരു വർഷം കഴിഞ്ഞ് ഇവിടുന്ന് പോയവരൊക്കെ തിരിച്ചെത്തിക്കോളും. എങ്ങനെയുണ്ട് എന്റെ ഈ വീട്? ഇപ്പൊ വളരെ റിലാക്സ് ആയിട്ട് അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങിക്കോ. ഞങ്ങൾ ഒരു വർഷം മുഴുവൻ ഉറങ്ങാറില്ല. ഇവിടെ കഴിക്കാൻ ആഹാരം ഒന്നുമില്ലല്ലോ. ഞങ്ങളെ ഒന്ന് പുറത്ത് ഇറക്കി വിട്. സോറി 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 സോറി. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. രുദ്ര എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അവിടുത്തെ എൻട്രൻസ് ക്ലോസ് ആവാൻ പോവാ. Zibaiska small size creator. Zibaiska protection cover creator. Zibaiska boom, chick chick boom.
ചേടാ ഇതിപ്പോ വലിയ ശല്യമായല്ലോ. ഈ തീറ്റിപ്പിണ്ടാരത്തിന് കുക്ക് ചെയ്ത് ഞാനൊരു വഴിയായി. രുദ്ര നീ ഇതെങ്ങോട്ടാ പോയത്? ഞാൻ തിരിച്ചു വന്നു രംഗിലോ. അത് കൊള്ളാം, നിങ്ങളൊക്കെ ഇങ്ങനെ തിരിച്ചെത്തിയത്. സാരമില്ല, ഒരു കുഴപ്പമില്ല, വീണ്ടും ഞാൻ പറഞ്ഞയച്ചേക്കാം. ഞാൻ തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്? അതിനേക്കാൾ 100 മടങ്ങ് ഞാൻ പാതാളത്തിലാണ്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. രുദ്ര, പുറകെ നോക്ക്. രംഗിലോ, ഇനിയും കുറച്ച് ആഹാരം കൊണ്ടുവാ. Zibaiska small box creator. എന്നെ എന്തിനാ ഇതിനകത്തിട്ട് പൂട്ടിയിരിക്കുന്നത്? എന്നെ പുറത്തിറക്കി വിട്. സോറി, ഇനി നീ ഇതിന്റെ അകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. മനസ്സിലായോ? നിനക്ക് പുറത്തു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നീ ഞങ്ങളുടെ കൂട്ടുകാരനാകണം. നിനക്ക് ഞാൻ എത്ര ആഹാരം വേണമെങ്കിലും തരാം, പക്ഷെ ശത്രുവിന് ഇവിടെ സ്ഥാനമില്ല. അത് പിന്നെ നടക്കുന്ന കാര്യമാണോ? എന്ന് വെച്ച് വർഷം മുഴുവൻ നിങ്ങളുടെ ഇവിടെ താമസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? കാട്ടിലെല്ലാവരുടെയും കണ്ണ് പഴങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ. നിനക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇത് കാടുന്നല്ല, ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്നു ഇഷ്ടം പോലെ ആഹാരം കഴിക്കാം. രംഗില, നമ്മുടെ ന്യൂ ഫ്രണ്ടിന് ആഹാരം കൊണ്ടുപോവാ. സ്പെഷ്യൽ ടേബിള് കൊണ്ടേക്ക്. ചേടാ ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. രുദ്ര ഞാൻ രാവും പകലും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരുമോ? വിഷമിക്കണേ രംഗില, പണിയെടുക്ക്, അതിന്റെ ഫലം തന്നെ കിട്ടിക്കോളും. Watch India's largest kids library only on Jio Hotstar. Download the app now.